നല്ല ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു 5 ത്രില്ലർ തമിഴ് മൂവീസിനെ പറ്റി നമുക്ക് സംസാരിച്ചാലോ? ഫസ്റ്റ് വൺ 2019 റിലീസായിട്ടുള്ള തടം. നമ്മുടെ അരുൺ വിജയ് ഡബിൾ റോളിൽ വന്നിട്ടുള്ള മൂവിയാണ്. ഒരു അടിപൊളി ഒരു മിസ്റ്ററി ത്രില്ലർ മൂവി തന്നെയാണ് ഇത്. ഒരു ക്രൈം നടക്കുകയാണ്. ആ ക്രൈം ആരാണ് ചെയ്തത്? അപ്പോൾ പോലീസുകാർ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവും. രണ്ടുപേരുണ്ടല്ലോ, സിബ്ലിങ്സ് ആണ് അവര്. അപ്പൊ ഇത് ശരിക്കും ഇതിൽ ആരാണ് ചെയ്തതെന്നുള്ള രണ്ടുപേരെയും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ശരിക്കും ചെയ്ത ഒരാളാണ്. അത് ആരാണ് ചെയ്തതെന്നുള്ളത് നമ്മളെ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആക്കി അവസാനം വരെ ആ മിസ്റ്ററി നിലനിർത്തി പോകുന്ന ഒരു കിടിലം പടമാണ്. എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ മൂവിയാണ് തടം. സെക്കൻഡ് വൺ 8 തോട്ടകൾ. 2017 റിലീസായിട്ടുള്ള ഒരു മൂവിയാണ്. അതൊരു കിടിലം പടമാണ്. ഒരു പോലീസുകാരൻ പുള്ളിയുടെ നിന്ന് അറിയാതെ ഡിപ്പാർട്ട്മെന്റിലെ തോക്ക് മിസ്സാവുകയാണ്. അതെടുത്തത് ആരാണ്? അയാൾ ആ തോക്കെടുത്തിട്ട് ചെയ്യുന്ന ഒരു ക്രൈം, ഒരു ഹീസ്റ്റ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും അത് ശരിക്കും എന്തിനാണ് ചെയ്തത്, ആരാണ് ചെയ്തത്, അതിന്റെ പുറകിലുള്ള മിസ്റ്ററിയും നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു കിടിലം പടമാണ്. എന്തായാലും ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലം മൂവി തന്നെയാണ് 8 തോട്ടകൾ. തേർഡ് വൺ ഡയറി. 2022 റിലീസായിട്ടുള്ള മൂവിയാണ്. അത് ഒരു പക്ക മിസ്റ്ററി മൂവി. മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുടക്കം തൊട്ട് നമ്മളിങ്ങനെ ആ ഒരു മിസ്റ്ററിക്ക് ഉള്ളിൽ നമ്മളങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് ആ ക്ലൈമാക്സ് ആവാൻ നമ്മൾ തിരിച്ചെടുത്തില്ല. അമ്മാതിരി മിസ്റ്ററി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കിടിലം പടമാണ്. ഒരു എന്താ പറയാ, ഒരു ഹൊറർ കണ്ടന്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സിനിമ കണ്ടു തന്നെ അറിയണം. അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അത്രയും ഒരു ത്രില്ലിംഗ് ആയിട്ട് നല്ല മിസ്റ്ററി നിലനിർത്തി പോകുന്ന ഒരു കിടിലം കിണ്ണം കാഴ്ച മൂവിയാണ് ഡയറി. ഫോർത്ത് വൺ സുട്ടുപിടിക്കുക ഉത്തരവ്. 2019 റിലീസായിട്ടുള്ള മൂവിയാണ്. ഒരു ഹീസ്റ്റ് നടക്കുകയാണ്. ആ പ്രതികള് ഒരു കോളനിയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവരെ പിടിക്കാനായിട്ട് പോലീസും കാര്യങ്ങളൊക്കെ വരികയാണ്. അതിനുശേഷമുള്ള എന്ത് സംഭവിച്ചു, അതിൽ കുറച്ച് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല ട്വിസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കിടിലം മൂവി തന്നെയാണ്. അധികം വലിയ സ്റ്റാർ കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പടമാണ്, പക്ഷെ അടിപൊളി മൂവിയാണ്. ഫിഫ്ത് വൺ തുപ്പരിവാല്. 2017 റിലീസായിട്ടുള്ള മൂവിയാണ്. നമ്മുടെ വിശാലാണ് മെയിൻ ലീഡിൽ വന്നിട്ടുള്ള. വിശാലിന്റെ എന്താ പറയാ, ഒരു കരിയർ ബെസ്റ്റ് സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇതെന്തായാലും ഉണ്ടാവും. അത്രയും കിടിലം മൂവിയാണ്. ഡയറക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിഷ്കിനാണ്. മിഷ്കിന്റെ പുള്ളിക്കാരന്റെ ഡയറക്ഷൻ നമുക്കറിയാമല്ലോ, കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും അറിയായിരിക്കും. ഒരു പ്രത്യേകതരം മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കിടിലം ത്രില്ലർ മൂവിയാണ്. പുള്ളിക്കാരന്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത മേക്കിംഗ് സ്റ്റൈലാണ്. ഒരു കിടിലം പടമാണ് തുപ്പരിവാലൻ. വിശാലിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. വിശാല് ഗംഭീരമായിട്ട് ആ റോള് അത് ക്യാരി ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അത് കിടിലം പടമാണ്. എന്തായാലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ് തുപ്പരിവാലൻ. ഇത്രേ ഉള്ളൂ. ബാക്കി പടങ്ങൾ അടുത്ത ലിസ്റ്റിൽ പറയാം. ഓക്കെ.